ഹലോ, ഇന്നൊരു സൺഡേ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും മുഴുവനായിട്ടും പറയാൻ പറ്റില്ല, കാരണം മുഴുവനും ആഡാക്കാൻ കഴിയുമെന്നറിയില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് കേട്ടോ എണീറ്റത്. ഒന്ന് ഫ്രഷായി വന്ന് ചായയൊക്കെ വെച്ചു, പിന്നെ പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് വാട്ടിയെടുക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു, പൊടി വഴറ്റി വെച്ചിട്ട് ഒന്ന് തണുക്കുമ്പോഴേക്കും ഒന്ന് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞാൽ ഒരു സിന്ദൂരം ചന്ദനക്കുറി അതൊരു ശീലമാണല്ലോ. എല്ലാം കുഴച്ചത് പത്തിരി പ്രസ്സിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഒന്നും കൂടി എളുപ്പം പ്രസ്സിൽ ഉണ്ടാക്കുന്നത്. അതാവുമ്പോൾ ഒന്നുകൂടി എളുപ്പത്തിലാവുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെതാ പത്തിരിയൊക്കെ ആയി. അതിൽ ഞാൻ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ എണീറ്റത്. ഇനി കറിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഒന്നുകൂടി ടൈം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും പത്തിരി കഴിച്ചത്. ഇതാ ബാക്കിയുള്ള പണികളെല്ലാം അതാ ഓരോന്നും ചെയ്ത് തീർക്കുന്നുണ്ട്. കറി വെക്കാൻ ചിക്കനാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതാ ഫ്രൈ ആക്കാൻ വേണ്ടി കായം കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. സവാളയും തക്കാളിയൊക്കെ വഴറ്റി കറിയൊക്കെ സെറ്റാവുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സമയം അപ്പോൾ ഇതിന് 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗത ഭക്ഷണം കഴിച്ചെണി പോകുന്നത് അത്ര ദൂരേക്കൊന്നുമല്ല കേട്ടോ, പൊന്നാനി വരെയാണ്. അവിടെ കർമ്മ റോഡിൽ കാർണിവലിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവിടെ വരെ പോകാമെന്ന് വെച്ചാൽ എന്തായാലും സൺഡേ അല്ലേ, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചുമ്മാ ഒന്ന് പോയി നോക്കാം, ജസ്റ്റ് ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. എല്ലാവരും ഉണ്ടായിരുന്നു. ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പൊന്നാനി വരെ പോയത്. അവിടെ കോടതിപ്പടി ഇറങ്ങിയിട്ട് ഞങ്ങളിതാ ഒരു ഓട്ടോ വിളിക്കുക ചെയ്തത്. അങ്ങനെ ഓട്ടോയിൽ ഞങ്ങളിതാ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ബോട്ട് വരാൻ വേണ്ടി കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ അവിടെ നിൽക്കുകയാണ്, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കുറച്ചൊരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളിത് അപ്പുറത്തെ കരയ്ക്ക് കയറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ നല്ല മീൻ പിടിക്കുന്നുണ്ട്, നല്ല രസത്തിൽ മീൻ പിടിക്കുന്നുണ്ട്. അവർ ജസ്റ്റ് ഒന്ന് ഇടുമ്പോഴത്തേനും മീൻ അതിൽ കൊത്തി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളത് കുറച്ച് നേരം അതിങ്ങനെ നോക്കിയിരുന്നേ കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും നമുക്ക് പോകാനുള്ള ബോട്ട് എത്തിയിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് പേര് ഇറങ്ങാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരുടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ബോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളിതാ കുറച്ച് ദൂരം അങ്ങ് നടക്കുകയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ബീച്ച് വൈബിൻ്റെ കൂടെ ഇതും കൂടി ആയാൽ പിന്നെ പറയണ്ടല്ലോ, അടിപൊളി വൈബല്ലേ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് ഏരിയ തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസായിരുന്നു. എല്ലാവരും നല്ല അടിപൊളി വൈബിലായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങളിതാ റീൽസ് എടുത്തു, ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചാലെന്ന് കരുതി തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. അവിടെ കുഴപ്പമില്ലാത്ത ഒരു ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് കാർണിവൽ കാണാൻ വെച്ചിട്ട് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഒരു ചേട്ടൻ പറയുന്നത് കാർണിവൽ കഴിഞ്ഞിട്ട് 2 ദിവസമായിന്ന്. അങ്ങനെ ഞാൻ അടുത്ത ബോട്ടിലും കയറി വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. കാർണിവൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളിത് ബീച്ച് വൈബ് നന്നായി ആസ്വദിച്ചു കേട്ടോ. എന്തായാലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടാ.